ഹലോ ഓൾ, +1 ഓണം എക്സാം എല്ലാം കഴിഞ്ഞ് ഉത്തരക്കടലാസ് കിട്ടിയാണ് എൻ്റെ എല്ലാ മക്കളും ഈ നിമിഷം ഇരിക്കുന്നത്. ബഹുഭൂരിഭാഗം സ്കൂൾസിനകത്തും +1 ഓണപരീക്ഷ ഒരു പേരിന് മാത്രമുണ്ടായിരുന്നു, 30 മാർക്കിൻ്റെ അല്ലെങ്കിൽ 40 മാർക്കിൻ്റെ പരീക്ഷ. പക്ഷേ കുറേ സ്കൂൾസിൽ നിന്നാണ് ഈ പറയുന്ന ഓണപരീക്ഷ ഉണ്ടായിരുന്നില്ല. ഇന്ന് ഉച്ചയ്ക്ക് എൻ്റെ ഒരു പാരന്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. മകൻ 10ാം ക്ലാസ്സിൽ അതിഗംഭീരം പഠിച്ചിരുന്നു, നല്ല ബുദ്ധിയുണ്ട്, നല്ല പുലിയാണ്. പക്ഷേ +1 വരുമ്പോൾ അവന് 4 മാർക്കാണ് മാത്സ് കിട്ടിയത്. 40 മാർക്ക് പരീക്ഷ ഉണ്ടായിരുന്നത്, 40ൽ 4 മാർക്ക് മാത്രമാണ് അവന് മാത്തമാറ്റിക്സ് ലഭിച്ചത്. ഇനി അവൻ എന്ത് ചെയ്യണം? കാരണം സെക്കൻഡ് ടേം എക്സാം എത്താറായി. സെക്കൻഡ് ടേം എക്സാം കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് എന്താണ് മെയിൻ എക്സാം വരും. എല്ലാം തന്നെ കൃത്യമായിട്ട് പ്ലാനോട് കൂടി പഠിച്ചാൽ മാത്രമാണ് നമുക്ക് സെക്കൻഡ് ടേം എക്സാമും അതുപോലെ തന്നെ മെയിൻ എക്സാമും എല്ലാം തന്നെ ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുക. സോ ഒരു പ്ലാൻ സാറ് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചാണ് ഒരു പാരന്റ് ഇന്നെ സമീപിച്ച്. മക്കളെ, ഒറ്റ കാര്യം മാത്രം പറയാനുള്ള ഈ നിമിഷം, +1 മാത്സ് എന്ന് പറഞ്ഞ വിഷയം അത്രമേൽ ഈസി ആയിട്ട് ആരും കാണരുത്. ചിലപ്പോൾ ആദ്യ പാഠം കാണുമ്പോൾ നിങ്ങൾ എല്ലാവരും വിചാരിക്കും ഈസി ആണെന്ന്, പക്ഷേ അത്തരത്തിലല്ല. സെക്കൻഡ് ടേമിലേക്ക് വരുമ്പോൾ പൊതുവെ ഫസ്റ്റ് ടേമിനകത്ത് ബഹുഭൂരിഭാഗം സ്കൂൾസിലും 3ഓ 4ഓ പാഠം, അതായത് മാക്സിമം കോംപ്ലക്സ് നമ്പേഴ്സ് വരെ, ചില സ്കൂൾസിൽ നിന്നാണ് ഇൻഇക്വാലിറ്റി വരെ പോയിട്ടുണ്ടാകാം. പക്ഷേ സെക്കൻഡ് ടേം എക്സാം എത്തുമ്പോൾ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് ഏറ്റവും കൊലകൊമ്പന്മാരിൽ കൊമ്പൻ ഉൾപ്പെടെയാണ് നിങ്ങൾ സെക്കൻഡ് ടേം എക്സാമിന് സമീപിക്കാൻ വേണ്ടി പോകുന്നത്. 9 മാർക്കിനാണ് നിങ്ങളുടെ മെയിൻ എക്സാമിന് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് ചോദിക്കാം. ഏറ്റവും ടഫായ ചാപ്റ്റർ ട്രിഗണോമെട്രി പോലെ തന്നെ. ഇതിന് പുറമെ ജോമെട്രിയിൽ നിൽക്കുന്ന സ്ട്രേറ്റ് ലൈൻസും കോണിക്കും എല്ലാം തന്നെ നിൽക്കുന്നതാണ് കാണാൻ വേണ്ടി സാധിക്കും. അതിലുപരി ലോജിക് ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ചെയ്യുന്ന പെർമുറ്റേഷൻ ആൻഡ് കോമ്പിനേഷൻ. ഇത്തരത്തിൽ ഗംഭീരമായ ഒരുപാട് ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾ സെക്കൻഡ് ടേം എക്സാമിന് വേണ്ടി പഠിക്കേണ്ടത്, സെക്കൻഡ് ടേം എക്സാമിന് സമീപിക്കാൻ വേണ്ടി പോകുന്നത്. ആയതിനാൽ വളരെ വ്യക്തമായിട്ട് സ്ട്രാറ്റജി ആയിട്ട് പഠിച്ചില്ലെങ്കിൽ, വളരെ വ്യക്തമായിട്ട് സ്റ്റഡി പ്ലാനോട് കൂടെ പഠിച്ചില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാം തന്നെ വിട്ടുപോകുന്നതാണ്. സോ ഇത്രകാലം ഒന്നും പഠിച്ചില്ല, ഓണപരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു, ആരും പേടിക്കേണ്ടതില്ല. ഇനി നിങ്ങൾ എങ്ങനെ പഠിക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ പറഞ്ഞു തരും. അതിനുവേണ്ടി ഒരു 100% ഫ്രീ വെബിനാർ സൈലം നിങ്ങൾക്ക് വേണ്ടി കണ്ടക്ട് ചെയ്യുന്നു ഈ വരുന്ന തിങ്കളാഴ്ച വൈകുന്നേരം 6:30. സോ എല്ലാ മക്കളും അവിടെ ഉണ്ടാവുക. ഗംഭീരമായിട്ട് മനസ്സിലാക്കൂ എങ്ങനെയാണ് നിങ്ങൾ ഓരോ വിഷയവും പഠിക്കേണ്ടതെന്ന്. ഇത്തരത്തിൽ പഠിക്കുകയാണെങ്കിൽ വളരെ സുഖമായിട്ട് നമുക്ക് സെക്കൻഡ് ടേം എക്സാമിന് ആവശ്യമുള്ള എല്ലാ സിലബസും കംപ്ലീറ്റ് തീർത്ത് പഠിച്ചുകൊണ്ട് തന്നെ സെക്കൻഡ് ടേം എക്സാമിനും മെയിൻ എക്സാമിനും എല്ലാം തന്നെ ഫുൾ മാർക്കിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുമെന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് ബൈ ഗൈസ്, സൈനിങ് ഓഫ് അഫ്നാസ് ഫ്രം സൈലം ലേണിംഗ്. താങ്ക് യു ഓൾ. താങ്ക് യു.